സോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് പഠിക്കേണ്ടത് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം പഠിക്കാം. സോ ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. പവർ സപ്ലൈ പ്ലഗ് ഇൻ കിട്ടുന്നു. ട്രാൻസ്ഫോമർ, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി is less than number of turns in the primary. So it is a step down transformer. Voltage decreases. 4 diodes, D1, D2, D3, D4 and load resistance. ഇപ്പോൾ ഇത്രയുമാണ് കമ്പോണന്റ്. ആൻഡ് ദീസ് കമ്പോണൻസ് ആർ കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കണക്ട് ചെയ്യും. വർക്കിംഗ് സിമ്പിളാണ്. ഇത് ഇൻപുട്ട്. ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇതാണ് ഫസ്റ്റ് സൈക്കിൾ ഓഫ് എസി, ഒന്നാമത്തെ സൈക്കിൾ. ഇത് രണ്ടാമത്തെ സൈക്കിൾ. അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു പോസിറ്റീവ് ഹാഫ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഹാഫ് ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് എടുക്കുക. പോസിറ്റീവ് ഹാഫ് എടുക്കുന്ന സമയത്ത് എന്താ ചോദിക്കുന്നുണ്ട്? ദി അപ്പർ എൻഡ് ബീം ഇൻ പോസിറ്റീവ് പൊളാരിറ്റി ആൻഡ് ലോവർ എൻഡ് ബീം നെഗറ്റീവ്. പോസിറ്റീവ് പൊളാരിറ്റി അപ്പർ എൻഡ് പോസിറ്റീവ് പൊളാരിറ്റിയിലും ലോവർ എൻഡ് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് ഇവിടെ എത്തും. ഈ പോസിറ്റീവ് ഇവിടെ എത്തുമ്പോൾ D1-ന്റെ എൻ റീജിയന് പോസിറ്റീവ് കിട്ടും. D1-ന്റെ എൻ റീജിയന് പോസിറ്റീവിന് ഹയർ പൊട്ടൻഷ്യൽ കിട്ടുമ്പോൾ അത് റിവേഴ്സ് ബയാസിലാണ്. D2-ന്റെ പി റീജിയന് പോസിറ്റീവ് കിട്ടും.
D2-ന്റെ പി റീജിയൻ പോസിറ്റീവ് കിട്ടിയാൽ അത് ഫോർവേഡ് ബയാസിലാണ്. ഈ നെഗറ്റീവ് എവിടെ വരും? D3-യുടെ പി റീജിയൻ നെഗറ്റീവ് കിട്ടും. D3-യുടെ പി റീജിയൻ നെഗറ്റീവ് അല്ലെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ കിട്ടിയാൽ എന്തിലാവും? റിവേഴ്സ് ബയാസിലാവും. D4-ന്റെ എൻ റീജിയൻ നെഗറ്റീവ് കിട്ടും. എൻ റീജിയൻ നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അതെന്തിലാവും? ഫോർവേഡ് ബയാസിലാവും. But during the first half cycle, let the upper end be in positive potential and lower end of the secondary be in negative potential. Then the diodes D2 and D4 get forward biased. D2 and D4 get forward biased. D1 and D3 get reverse biased. Hence D2 and D4 conducts. So ഈ 4 ഡയോഡ് ഉള്ളതിനകത്ത് D2 ഉം D4 ഉം ഫോർവേഡ് ബയാസിലാവുകയും അവർ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. D1 ഉം D3 എന്ത് ചെയ്യത്തില്ല? കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല നമുക്ക് നോക്കാം. നമ്മുടെ കമ്പൗണ്ടിനെ ക്രോസ് ആയിട്ട് പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് നിന്ന് വരും, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം റിവേഴ്സ് ബയാസ് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ D2-വിൽ കൂടി കയറും, D3-യിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ D2-വിൽ കൂടി കയറി എയിലെത്തും, എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യും. ഇതുവഴി വരും. ഇത് കണക്ഷൻ ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. റോഡിൽ നിന്ന് കയറും, അങ്ങനെ വരും, ഇവിടെ എത്തും. ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. D4 വഴി കയറി സെക്കൻഡറി വഴി സർക്യൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ ഔട്ടറിൽ A to B കറണ്ട് ഫ്ലോ ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയുന്നു അപ്പറൻറ്റിൽ നിന്ന് D2 വഴി എയിലെത്തുന്നു, എയിൽ നിന്ന് ബിയിലെത്തുന്നു, ബിയിൽ നിന്ന് D4 വഴി നെഗറ്റീവ് ഉണ്ട്, സർക്യൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ D2-ഉം D4-ഉം കണ്ടക്ട് ചെയ്യുകയും കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് D2-ഉം D4-ഉം കാരണം എന്തുണ്ട്? ഔട്ട്പുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവും പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പർ എൻഡ് നെഗറ്റീവ് ആവും, ലോവർ എൻഡ് പോസിറ്റീവ് ആവും. അപ്പർ എൻഡ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് കിട്ടും. ബട്ട് D1-ന്റെ എൻ റീജിയൻ നെഗറ്റീവ് കിട്ടും. D1-ന്റെ എൻ റീജിയൻ നെഗറ്റീവ് കിട്ടിയാൽ എന്തിനാവും? ഫോർവേഡ് ബയാസിലാവും. D2-ന്റെ പി റീജിയൻ നെഗറ്റീവ് കിട്ടും. പി റീജിയൻ നെഗറ്റീവ് കിട്ടിയാൽ അതെന്തിനാവും? റിവേഴ്സ് ബയാസിലാവും. ഈ പോസിറ്റീവ് ഇവിടെ വരും. അപ്പോൾ D3-യുടെ പി റീജിയൻ പോസിറ്റീവ്, പി റീജിയൻ പോസിറ്റീവ് കിട്ടിയാൽ അത് ഫോർവേഡ് ബയാസിലാവും. എൻ റീജിയൻ പോസിറ്റീവ് കിട്ടിയാൽ അതെന്തിനാവും? റിവേഴ്സ് ബയാസിലാവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഡ്യൂറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D1 and D3 get forward bias. നേരത്തെ D2 ഉം D4 വന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D1 and D3 get forward bias and D2 and D4 get reverse bias. D2 ഉം D4 നേരെ തിരിയും. Here D1 and D3 conducts. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് D1 ഉം D3 ഉം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ കറണ്ട് ഫ്ലോ നോക്കാം. പോസിറ്റീവ് പോസിറ്റീവ് അവിടെ വരും, ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം D3 വഴി കയറും, D3 വഴി കയറി ഇവിടെ എത്തും, ഇവിടെ എത്തി ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. റിവേഴ്സ് ബാലൻസിൽ കണ്ടക്ട് ചെയ്യില്ലോ, എയിലെത്തും. അപ്പം D3 വഴി എയിലെത്തും, എയിൽ നിന്ന് ബിയിലെത്തും. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തില്ല. കറണ്ട് ഡയറക്ഷൻ ഇവിടെ അങ്ങോട്ട് തന്നെയാണ്, A to B തന്നെയാണ്. എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് അതുവഴി വന്ന് ഇവിടെ എത്തും. D4 കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് D1 വഴി കയറി സർക്യൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നു പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള ഭാഗത്തു നിന്ന് വന്ന് D3 വഴി കയറി A to B, ബിയിൽ നിന്ന് D1 വഴി കയറി സെക്കൻഡറി സർക്യൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ രണ്ടാം ഹാഫ് സൈക്കിൾ സമയത്തും കറണ്ട് ഉണ്ട്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തില്ല. കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും അതേ കണക്കാണ്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് വാല്യൂ പ്ലോട്ട് ചെയ്യുക. നെഗറ്റീവ് വാല്യൂടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വീണ്ടും. അടുത്ത വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. അപ്പർ എൻഡ് പോസിറ്റീവ് ആവും, ലോവർ എൻഡ് നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടും. ഇവിടെ പോസിറ്റീവ് കിട്ടുമ്പോൾ D2 ഫോർവേഡ് ബയാസിലാവും, D1 റിവേഴ്സ് ബയാസിലാവും. നെഗറ്റീവിന് പോസിറ്റീവ്. ഇവിടുത്തെ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ഇവിടെ കിട്ടും. അപ്പോൾ നെഗറ്റീവ് കിട്ടുമ്പോൾ പി റീജിയൻ നെഗറ്റീവ് കിട്ടുമ്പോൾ ഇത് റിവേഴ്സ് ബയാസിലാവും, എൻ റീജിയൻ നെഗറ്റീവ് കിട്ടുമ്പോൾ ഇതെന്തിലാവും? ഫോർവേഡ് ബയാസിലാവും. ഇപ്പോൾ D2 ഉം D4 ഉം കണ്ടക്ട് ചെയ്യും. D1 ഉം D2 എന്ത് ചെയ്യത്തില്ല? കണ്ടക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് വന്ന് D2 വഴി കയറി A to B, അത് വന്നിട്ട് എന്ത് ചെയ്യും? D4 വഴി കയറി കറണ്ട്. അപ്പോൾ A to B തന്നെയാണ് കറണ്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D1 ഉം D3 ഉം കണ്ടക്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷനുള്ള കറണ്ട് കിട്ടും. A to B എന്നുള്ള ഒരേ ഡയറക്ഷൻ. അപ്പം ഔട്ട്പുട്ടിൽ
എപ്പോഴും കറണ്ട് എ ടു ബി ആയിരിക്കും, അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യില്ല. സോ പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡി സി ഇല്ല, സെല്ലിൽ നിന്ന് കിട്ടുന്നതിനുള്ള കോൺസ്റ്റന്റ് ഡി സി ഇല്ല, പൾസേറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കിട്ടുന്നത്. കോൺസ്റ്റന്റ് കിട്ടുന്നത് പൾസേറ്റിംഗ് ഡി സി ആണ് നമുക്ക്. ഇതാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയർ അതിന്റെ വർക്കിംഗ് ഒന്നുകൂടി പറയുന്നു. വി ഹാവ് പവർ സപ്ലൈ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ നമുക്കറിയാം വോൾട്ടേജ് കുറയ്ക്കാനാണ്. ഡയോഡിന് കുറുകെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, 220 വോൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. Then 4 diodes are used, D1, D2, D3 and D4. Then a load resistance. Actual device ന് പകരമുള്ള representative. And then these components are connected as shown in the figure. അതിന്റെ ഇൻപുട്ട് നമുക്കറിയാം, ഇതാണ് എ സി ആണ് ഇൻപുട്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിന് സമയത്ത് അപ്പറിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യലും ലോവറിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലും ആയിരിക്കും. അപ്പോൾ 4 ഡയോഡുകളിലുള്ളൊരു D2ഉം D4ഉം ഫോർവേഡ് ബയാസിംഗാവും, D1ഉം D3ഉം റിവേഴ്സ് ബയാസിംഗാവും. അതുകൊണ്ട് D2ഉം D4ഉം കണ്ടക്ട് ചെയ്യുകയും കറണ്ട് ഏതിൽ ബിയിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അപ്പറിൻ്റെ നെഗറ്റീവ് ആവും, ലോവറിൻ്റെ പോസിറ്റീവ് ആവും. അപ്പോൾ D1ഉം D3ഉം ഫോർവേഡ് ബയാസിംഗിലും D2ഉം D4ഉം റിവേഴ്സ് ബയാസിംഗിലും ആവും. എന്തായാലും കറണ്ട് എന്ത് ചെയ്യും, എ ടു ബി തന്നെയായിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ പൾസേറ്റിംഗ് ഡി സി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അത് കിട്ടും. പൾസേറ്റിംഗ് ഡി സി നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടായിട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫുൾ വേ റെക്ടിഫയർ എന്ന് പറയുന്ന കാര്യം, റെക്ടിഫയർ എന്ന് പറയുന്ന കാര്യം ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താക്കി മാറ്റുന്നു, ഒരേ ഡയറക്ഷനിലെ കറണ്ടാക്കി മാറ്റുന്നു, ഡി സി ആക്കി മാറ്റുന്നു. പക്ഷേ പൾസേറ്റിംഗ് ആണ്, ഒരേ ഡയറക്ഷനിലെ കറണ്ടാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഫുൾ വേ റെക്ടിഫയർ എന്ന് വിളിക്കുന്ന കാര്യം, എ സിയുടെ 2 ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. എ സിയുടെ 2 ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് എന്ത് വിളിക്കുന്നു, നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കും. 2 ഹാഫിനും ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കും. പിന്നെ നമ്മുടെ വീസ്റ്റേൺ ബ്രിഡ്ജിനുള്ള സാധനം അല്ലേ, വീസ്റ്റേൺ ബ്രിഡ്ജ് സാധനം ബ്രിഡ്ജ് റെക്ടിഫയർ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ആ ഫിഗർ വരയ്ക്കുമ്പോൾ പലപ്പോഴും പരീക്ഷയെ കാണുന്ന കാര്യമാണ്, ഫിഗർ ഒരു രീതിയിലായിരിക്കും, വർക്കിംഗ് എഴുതുന്ന വേറൊരു രീതിയിലായിരിക്കും. ഫിഗറിനനുസരിച്ചുള്ള വർക്കിംഗ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ വരച്ച ഫിഗറിനനുസരിച്ചുള്ള വർക്കിംഗ് ആണ് എഴുതേണ്ടത്. രണ്ടാമത് എല്ലാവരും തെറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇവിടെ 2 പി റീജിയൻ കണക്ട് ചെയ്ത് വയ്ക്കും. ഇവിടെ 2 പി റീജിയൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ 2 പേരും ഒന്നുകിൽ ഫോർവേഡ് ബയാസോ അല്ലെങ്കിൽ 2 പേരും റിവേഴ്സ് ബയാസാണ്. അപ്പോൾ കറണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ സെക്കൻഡറി കോയിലിന്റെ ഭാഗം വരുന്നിടത്ത് ഒന്ന് എൻ റീജിയൻ ആണെങ്കിൽ ഒന്ന് പി റീജിയൻ ആയിരിക്കും, ഒന്ന് എൻ റീജിയനും ഒന്ന് പി റീജിയനും. അതുപോലെ ഇതും വരുന്നിടത്ത് ഒന്ന് എൻ റീജിയൻ ആണെങ്കിൽ ഒന്ന് പി റീജിയൻ ആയിരിക്കും. ഇത് മാറാൻ പാടില്ല. ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യാത്തില്ല. അപ്പോൾ ഒന്ന് പി റീജിയൻ ആണെങ്കിൽ ഒരെണ്ണം എൻ റീജിയൻ ആയിരിക്കണം. അതുപോലെ ഇവിടെ ഒരെണ്ണം പി റീജിയൻ ആണെങ്കിൽ ഒരെണ്ണം എന്തായിരിക്കണം, എൻ റീജിയൻ ആയിരിക്കണം. ഇവിടെ 2 പി, അപ്പോൾ ഇവിടെ 2 നെഗറ്റീവ് വരും. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് 2 പോസിറ്റീവ് വരും, ഇത് 2 നെഗറ്റീവ് വരും. ഇത് 2 പോസിറ്റീവ് വരും, ഇത് 2 ഒന്നും വരും, നെഗറ്റീവ് വരും. രണ്ടാ പി റീജിയൻ വരുന്നിടത്ത് നിന്ന് എൻ റീജിയൻ വരുന്നത്, അതിന് കുറുകെയാണ് ആ ലോഡ് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നത്. 2 പി വരുന്നതും 2 എം വരുന്ന ഇടയ്ക്കാണ് ആര് കണക്ട് ചെയ്യുന്നത്, ലോഡ് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കണം, ഇത് തെറ്റും. ഇതാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ.